നോട്ട് ചെയ്തു. എന്താ ശരിക്കും സംഭവിച്ചത് പറ. ഞാൻ നടന്നു വരുമ്പോ പാഞ്ഞു വന്നൊരു ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുമായിരുന്നു. ഞാൻ തെറിച്ച് വീഴുന്നവരെ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ സംഭവിച്ചതൊന്നും എനിക്കറിയില്ല സാറേ. നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ നുണയാണല്ലോ. ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ നോക്കുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യ. കള്ളമൊഴി തരുന്നതും ഒരു ക്രിമിനൽ കുറ്റം തന്നെയാ. ഞാനെന്തിനാ സാർ നുണ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യമോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അവിടെ കണ്ടു നിന്നവരും ഞങ്ങളെ വിളിച്ചു പറഞ്ഞവരുമെല്ലാം നുണയാണോ പറയുന്നത്? രഘുവിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ആമി നുണ പറയുന്നത്? അല്ല സാറേ, രഘുവേട്ടനെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ രഘുവേട്ടന്റെ വണ്ടിയല്ല എന്നെ ഇടിച്ചത്. രഘുവിനെ ആമിയോടുള്ള വൈരാഗ്യം ഞങ്ങൾക്കറിയാം. അയാളെ വീണ്ടും ഇങ്ങനെ രക്ഷിക്കാൻ ശ്രമിച്ച ഇനിയും അയാൾ ആമിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ശിക്ഷിക്കപ്പെട്ടാൽ അവന്റെ ചൊറിച്ചിലങ്ങ് മാറിക്കിട്ടും. അത് ചെയ്യാതെ നിങ്ങളിങ്ങനെ മൊഴിമാറ്റി പറഞ്ഞ് കുറ്റവാളിയെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ ശിക്ഷിക്കരുത്. അത് വലിയ തെറ്റാണ് സാറേ. അതിന് ഞാൻ സമ്മതിക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്തയാളെ ശിക്ഷിക്കണമല്ലോ. ഏത് വണ്ടിയാ നിങ്ങളെ ഇടിച്ചത്? അതെനിക്കറിയില്ല സർ. വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല. ഇല്ലാത്ത ബൈക്കിന്റെ നമ്പർ എങ്ങനെ പറയുമല്ലേ? അങ്ങനെയല്ല സാറേ. ബൈക്ക് ഇടിച്ചപ്പോ തന്നെ എന്റെ ബോധം പോയിന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാം സംഭവിച്ചത് പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് വണ്ടിയുടെ നമ്പറൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ദിവസം എത്രയെത്ര പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഞങ്ങള്. ഒരാള് ആദ്യത്തെ വാക്ക് പറയുമ്പോഴേ ഞങ്ങൾക്കറിയാം അയാൾ പറയുന്നതൊക്കെ നുണയാണോ സത്യമാണോ എന്ന്. അപ്പോ ഞാൻ പറയുന്നത് സത്യമാണെന്ന് സാറിന് മനസ്സിലായി കാണുമല്ലോ. വേണ്ട, വീണ്ടും നുണ പറയാൻ ശ്രമിക്കണ്ട. സാറേ, പേഷ്യന്റിനെ കൊണ്ടധികം സംസാരിപ്പിക്കരുതെന്ന മാഡം പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് കേസ് തെളിയിക്കണ്ടേ സിസ്റ്ററെ? വെറുതെ വന്ന് മുഖത്ത് നോക്കി ഇരുന്നാ ഞങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടില്ല. അത് ഇങ്ങനെ ചോദിച്ചാലും പറഞ്ഞാലും അല്ലേ കിട്ടൂ. കഴിഞ്ഞോ സാറേ? ഇത് അങ്ങനെ ഉടനെ കഴിയുന്ന ലക്ഷണമൊന്നുമില്ല. ആമി, താൻ എന്റെയും തന്റെയും ഇവിടെയുള്ള എല്ലാവരുടെയും സമയം കളയുക. രഘുവിന്റെ വണ്ടിയാണ് ഇടിച്ചതെന്ന് ഒരു മൊഴി തന്നാ എല്ലാം ഇവിടെ തീരും. കുറച്ച് ദിവസം അകത്ത് കിടന്നാ അവനും നന്നാവും. ശരിയല്ലേ? അല്ലെങ്കിൽ ഞങ്ങള് പിന്നെയും തന്റെ മൊഴി എടുക്കാൻ വരേണ്ടി വരും. താൻ ഇതുപോലെ ഇടിയും കൊണ്ട് ആശുപത്രി കിടക്കേണ്ടിയും വരും. സാർ എത്ര നിർബന്ധിച്ചാലും എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്നെ ഇടിച്ചതൊരു ബൈക്കാ. അതാരാണെന്നോ വണ്ടിയുടെ നമ്പർ എന്താണെന്നോ എനിക്കറിയില്ല. രഘുവേട്ടൻ നിരപരാധിയാ. ദേ, മര്യാദയ്ക്ക് സത്യം പറയുന്നുണ്ടോ? ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഹോസ്പിറ്റലായി പോയി. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. എന്താ സാർ ഇത്? തെറ്റെയ്തത് ഇവരല്ലല്ലോ. സാറെന്താ ഒരു പ്രതിയോട് പെരുമാറുന്ന പോലെ പേഷ്യന്റിനോട് പെരുമാറുന്നേ? ഇവരെ ബൈക്ക് ഇടിച്ചതാണെന്ന് ഇവര് പറയുന്നുണ്ടല്ലോ. അത് മാറ്റി പറയിപ്പിക്കണമെന്ന് സാറിന് എന്താ എത്ര വാശി? ഇവിടെ ഇതൊന്നും നടക്കില്ല. ഷീസ് മൈ പേഷ്യന്റ്. ഓക്കെ, ഇപ്പോഴത്തേക്ക് ഞാൻ പോവാം. സത്യം എനിക്ക് എങ്ങനെ തെളിയിക്കണമെന്ന് നന്നായിട്ടറിയാം. പാടോ. സാരമില്ല, കിടന്നോളൂ. സിസ്റ്ററെ, ആ ഫയൽ നടക്കും.